കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന കാവാണ് മന്നംപുറത്ത് കാവ് അല്ലെങ്കിൽ മന്ദംപുറത്ത് കാവ്. മന്നംപുറത്ത് കാവ് എന്ന് പേര് വരാൻ കാരണം മനോൻ മണിയണി എന്ന നാടുവാഴി ആയിരുന്നു. പൂരാഘോഷവും കലശവുമാണ് കാവിലെ പ്രധാന ആരാധനാ ആഘോഷങ്ങൾ. കലശാഘോഷവേളയിൽ കലശമെടുക്കുന്നത് തീയ സമുദായത്തിൽപ്പെട്ടവരാണ്. പൂജാതി കാര്യങ്ങൾ ചെയ്തു വരുന്നത് പിടാര സമുദായത്തിൽപ്പെട്ടവരാണ്. പിടാര സമുദായക്കാരായ മൂത്തോർ, നായർ സമുദായക്കാരായ അരമന നായരച്ചൻ, എറുവാട്ട് നായരച്ചൻ എന്നിവർ പ്രധാനികളാണ്. ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റി അല്ലെങ്കിൽ കോവിലധികാരി ഈ തറവാട്ടുകാരാണ്. എറുവാട്ട് അരമന, തെക്കുവടക്ക് കളരിക്കാർ, ദേവിയുടെ കോലം കെട്ടുന്ന അഞ്ഞൂറ്റാൻ തുടങ്ങിയവരൊക്കെയാണ് കാവിലെ മറ്റു പ്രധാനികൾ. ദ്രാവിഡ പഴമയിലേക്ക് വിലച്ചൂണ്ടുന്ന പല ആചാര രീതികളും ഉൾച്ചേരുന്നതുകൂടിയാണ് ഇവിടുത്തെ കലശോത്സവം. വടക്കേ മലബാറിലെ തെയ്യക്കാലത്ത് ഒരു വർഷത്തെ തെയ്യാട്ടങ്ങൾക്ക് പരിസമാപ്തിയാകുന്നത് മന്നംപുറത്ത് കാവിലെ കലശോത്സവത്തോടുകൂടിയാണ്. അതിനുശേഷം അടുത്ത തുലാമാസം 10-ാം തീയതിയാണ് തെയ്യക്കാലം തുടങ്ങുന്നത്. മന്നംപുറത്ത് കാവിൽ കലശോത്സവം 3 ദിവസങ്ങളിലായാണ് നടക്കുക. ഉത്സവത്തിന് മുന്നോടിയായി ഓലകൊത്തലും പൂത്താക്കൽ ചടങ്ങുകളും നടത്താറുണ്ട്. കലശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരമാണ് മത്സ്യക്കോവ. മത്സ്യബന്ധവുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്ന മോയോർ എന്ന സമുദായാംഗങ്ങൾ ആണിത് നടത്താറുള്ളത്. കടിഞ്ഞിക്കടവ്, ആര്യക്കര ഭഗവതി പോലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്ര സ്ഥാനികരുടെ അകമ്പടിയോടെ മത്സ്യക്കോവകൾ കാവിലേക്ക് കൊണ്ടുവരാറുള്ളത്. മീൻകോവ എന്നാണ് ഈ ചടങ്ങ് നാട്ടുംപുറത്ത് അറിയപ്പെടുന്നത്. കലശച്ചന്തയ്ക്ക് പേരുകേട്ട സ്ഥലമാണ് മന്നംപുറത്ത് കാവ്. കലശ മഹോത്സവത്തിൻ്റെ ഭാഗമായി കലശച്ചന്തകൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ മുമ്പേ നടത്തിവരുന്നു. ക്ഷേത്രനടയുടെ കിഴക്കുഭാഗത്തായാണ് ചന്തകൾക്കുള്ള സ്ഥലം കെട്ടാറുള്ളത്. കലശമുട്ടായി എന്നറിയപ്പെടുന്ന പ്രത്യേകമുണ്ടാക്കിയ മധുര പലഹാരങ്ങളാണ് കലശനാളിൽ ഏറെയും ചന്തകൾ വഴി വിതരണം ചെയ്യുക. പഞ്ചസാരപ്പാവിൽ കടല ചേർത്തൊരുക്കുന്ന മിഠായിയാണിത്. ഗ്രാമീണ ജീവിതത്തിന് അനിവാര്യമായ സകല സാമഗ്രികളും കിട്ടിക്കൊണ്ടിരുന്ന പരിപാടിയായിരുന്നു കലശച്ചന്ത. ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെയും വന വിഭവങ്ങളുടെയും വിപണനമേളയായി ഇവിടെ നിന്നായിരുന്നു. നീലേശ്വരവും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർ അടുത്ത ഏതാനും മാസത്തേക്കാവശ്യമായ സാധന സാമഗ്രികൾ മുമ്പൊക്കെ വാങ്ങിച്ചിരുന്നത്. കലശ ദിവസത്തെ പ്രധാന തെയ്യങ്ങൾ നടയിൽ ഭഗവതി, കൈക്കോളൻ, ക്ഷേത്രപാലകൻ, കാളരാത്രി തുടങ്ങിയ തെയ്യങ്ങളാണ്. അകത്തെ കലശം, പുറത്തെ കലശം എന്നിങ്ങനെ കലശങ്ങളുമുണ്ട്. 2-ാം ദിവസം തെയ്യത്തിൻ്റെ തിരുമുടികളും കലശത്തട്ടും ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. തുടർന്നാണ് തെയ്യം നടക്കുക. 3-ാം ദിവസം കലശബുദ്ധി കർമ്മങ്ങൾ നടക്കുന്നു. 3-ാം ദിവസത്തോടെ കലശോത്സവം സമാപിക്കുന്നു. മത്സ്യമാംസാദികൾ വെച്ച് നൈവേദ്യവും നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരുടെ ആര്യവിധി പ്രകാരമുള്ള പൂജാദികൾ പൊതുവെ കുറവാണ്. എങ്കിലും മന്നംപുറത്ത് കാവ് ഇക്കാര്യത്തിൽ വേറിട്ടു നിൽക്കുന്നു. ദേവിയുടെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ചൈതന്യ നിറവിൽ അനേകം ഭക്തന്മാർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് മന്നംപുറത്ത് കാവ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഭക്തന്മാരുടെ തിരക്ക് നിയന്ത്രണാതീതമാണ്. ക്ഷേത്രം വക എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊട്ടുപുരയിൽ അന്നദാനം നടത്തുന്നുണ്ട്. ദേവി എല്ലാവർക്കും അനുഗ്രഹശിരസുകൾ നൽകി അവരെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. മന്നംപുറത്ത് കാവിൽ പ്രധാനമായി 4 ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. വൃശ്ചികപ്പാട്ടുത്സവം, മകരപ്പാട്ടുത്സവം, പൂരമഹോത്സവം, കലശമഹോത്സവം എന്നിവയാണവ. കൂടാതെ വിശേഷ പൂജയോടെ മേടമാസം 28-ാം തീയതി പ്രതിഷ്ഠാ ദിവസം, കുംഭത്തിൽ ശിവരാത്രി, കർക്കിടകത്തിൽ തിറ, ചിങ്ങമാസത്തിൽ പുത്തരി, അത്തം ചതുർത്ഥി, നവരാത്രി എന്നിവയും ആഘോഷിക്കുന്നു. നവരാത്രിക്ക് പടിഞ്ഞാറ്റയിൽ വെച്ചാണ് ഗ്രന്ഥപൂജയും കുട്ടികളെ എഴുത്തിന് ഇരുത്തുന്ന ചടങ്ങും നടത്തുന്നത്. ശാക്തേയവധി പ്രകാരം പൂജ ചെയ്യുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ മന്നംപുറത്ത് ഭഗവതി ക്ഷേത്രം. മന്നൻ്റെ തേവാര
പുരയായിരുന്ന സ്ഥാനത്താണ് ദേവി ആദ്യം ഇരുന്നതെന്നും ആ സ്ഥാനമാണ് പടിഞ്ഞാറ്റ എന്നറിയപ്പെടുന്നത് എന്നുമാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് മുൻവശത്ത് കുറച്ച് പടിഞ്ഞാറ് വടക്ക് വശത്തായി കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ്റ ശ്രീ മൂലസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നീട് തത്വശാസ്ത്രപ്രകാരം ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ അവിടെ താന്ത്രിക വിധി പ്രകാരം പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങൾ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തന്മാർക്കും പടിഞ്ഞാറ്റയിലെ ഭഗവതിയെ വണങ്ങി അനുഗ്രഹം തേടുന്നു. നീലമഹർഷി തപസ്സനുഷ്ഠിച്ച സ്ഥലമായിരുന്നു നീലേശ്വരം എന്നാണ് ഐതിഹ്യം. നീലേശ്വരം രാജവംശത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പ് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം ഭരിച്ചിരുന്നത് 8 കുടക്കന്മാർ പ്രഭുക്കന്മാരായിരുന്നു. അവരിൽ നായകസ്ഥാനം വഹിച്ചിരുന്നത് അള്ളോൻ എന്ന പ്രഭുവായിരുന്നു. കാഞ്ഞങ്ങാടും മടിയൻ കോവിലകവും ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ ഭരണകർത്താവായിരുന്നു അള്ളോൻ. നീലേശ്വരം ഭരിച്ചിരുന്നത് മന്നൻ എന്ന പ്രഭുവായിരുന്നു. മന്നൻ അതിശക്തനും രാക്ഷസ സ്വഭാവമുള്ളവനുമായിരുന്നു. മന്നൻ കഠിന തപസ്സനുഷ്ഠിച്ച് ഉപാസനാ ദേവതയെ പ്രീതപ്പെടുത്തുകയും തദ്വര അമാനുഷ ശക്തി കൈവരിക്കുകയും ചെയ്തു എന്നുമാണ് ഐതിഹ്യം. ക്രമാല, വലിയ ഗുരുതി, വലിയ പൂജ, ശക്തിപൂജ, ശത്രു സംഹാര ഹോമം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. കൂടാതെ കുരുമുളക് നിവേദ്യം വിശേഷപ്പെട്ട വഴിപാടാണ്. ദുഷ്പ്രചരണത്താൽ മാനഹീനമാക്കുന്നവരുടെ പരമാർത്ഥ ബോധനത്തിനായുള്ള ഒരു നിവേദ്യമാണത്.